ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്. നമ്മളുടെ ചുറ്റും നടക്കുന്ന ഒരു കാര്യത്തിനെ പറ്റിയാണ്. നമ്മളറിയാതെ തന്നെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യത്തെ പറ്റിയാണ്. സോ എന്താണ് ഇത് എന്നറിയാൻ വേണ്ടി ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സബ്ലിമൽ മെസ്സേജസിനെ പറ്റിയാണ്. അല്ലെങ്കിൽ സബ്ലിമൽ കമാൻഡിങ് ഓവർ ആർ ബ്രെയിനിനെ പറ്റിയാണ്. നമ്മൾ എന്തുകൊണ്ട് ഒരു സാധനം മാർക്കറ്റിൽ പോയി മേടിക്കുന്നു, നമ്മൾ എന്തുകൊണ്ട് ഒരു ബ്രാൻഡിനെ ഇഷ്ടപ്പെടുന്നു, നമ്മൾ എങ്ങനെ ഒരു സാധനത്തിന് ഹൗ ഡു വി ഗെറ്റ് അട്രാക്റ്റഡ് ടു എ തിങ്, അല്ലെങ്കിൽ ഹൗ ഡു വി ഗെറ്റ് അട്രാക്റ്റഡ് ടു എ പ്രോഡക്റ്റ്, ഹൗ ഡു വി ഗെറ്റ് അട്രാക്റ്റഡ് ടു എ പേഴ്സൺ എന്നുള്ളതിനെ പറ്റിയാണ് കൂടുതലും. ശരിക്കും പറഞ്ഞാൽ ഇറ്റ് അപ്പീൽസ് ടു ദ സെൻസറി സെൻറ്റർ ഓഫ് അവർ ബ്രെയിൻ എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. അപ്പോൾ നമ്മളുടെ തലയുടെ സെൻസറി സെൻറ്റർ, അല്ലെങ്കിൽ നമ്മുടെ തലയുടെ നീഡ് സെൻറ്റർ, നമ്മുടെ തലയുടെ ആ ഒരു ഹാപ്പിനെസ് സാറ്റിസ്ഫാക്ടറി സെൻറ്ററിനോട് അത് അപ്പീൽ ചെയ്യുന്നു. ഹൗ ഡസ് ഇറ്റ് അപ്പീൽ? കാരണം എന്ന് വെച്ചാൽ പലതരം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രേക്ഷകരുണ്ടാവും. ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രേക്ഷകരിൽ ഒരേപോലെ അപ്പീൽ ചെയ്യുന്നത് എങ്ങനെ എന്നൊക്കെ നമുക്ക് അഥവാ കുറച്ചൊന്ന് ഡീപ്പായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ തോന്നിയെന്നിരിക്കാം. അപ്പം അതിനുള്ള ആൻസറാണ് സബ്ലിമൽ കമാൻഡിങ് അല്ലെങ്കിൽ സബ്ലിമൽ മെസ്സേജിങ്, സബ്ലിമൽ അഡ്വർടൈസ്മെൻറ്റ്സ്. എന്താണ് സബ്ലിമൽ അഡ്വർടൈസ്മെൻറ്റ്സ്? പെട്ടെന്ന് നമ്മളുടെ ടി വി സ്ക്രീനിൽ ഫ്ലാഷായി പോകുന്നൊരു മെസ്സേജ് ആവാം, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ടി വി സ്ക്രീനിൽ ഫ്ലാഷായി പോകുന്നൊരു അഡ്വർടൈസ്മെൻറ്റ് ആവാം സബ്ലിമലായിട്ട് നമ്മുടെ ബ്രെയിൻ എടുക്കുന്നത്. നമ്മളത് കണ്ടെന്ന് കൂടെ ഇരിക്കില്ല, ചില സമയത്ത് നമ്മളത് കേട്ടെന്നും ഇരിക്കില്ല. പക്ഷേ നമ്മുടെ ബ്രെയിനിന് മൈക്രോ ആയിട്ടുള്ള പോയിൻറ്റ്സ് ക്യാച്ച് ചെയ്യാനുള്ള ഒരു പവറുണ്ട്. നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു സർട്ടൺ ടൈം മാത്രം ആണ് നമ്മൾ, അതായത് നമ്മളുടെ ടെലിവിഷൻ സീൻസിൽ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. പെട്ടെന്നാണ് ലൈക്ക് ഓരോരോ മൈക്രോ സ്ക്രീനിങ്സും കടന്നു പോകുന്നത്. അങ്ങനെ ഓരോ മൈക്രോ സ്ക്രീനിങ്സ് കടന്നു പോകുമ്പോഴാണ് അതൊരു വിഷ്വലായി നമ്മുടെ ഫ്രണ്ടിൽ വരുന്നത്. എന്നാൽ കൂടി നമ്മുടെ ബ്രെയിൻ അത് പ്രോസസ്സ് ചെയ്തെടുക്കുന്നുണ്ട്. സോ നമ്മുടെ ബ്രെയിൻ അത്രയും അഡ്വാൻസ്ഡ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ഡസ് സബ്ലിമൽ വർക്ക് എന്നുള്ളതാണ്. സബ്ലിമൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൻ്റെ സബ് കോൺഷ്യസിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ ചെറിയ പോയിൻറ്റ്സ് നോട്ട് ചെയ്യാനുള്ള നമ്മുടെ കഴിവിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് ഒരുതരം മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഒരുതരം മാനിപ്പുലേഷൻ, ശരിക്കും പറഞ്ഞാൽ ഒരുതരം മാനിപ്പുലേഷനാണ് സബ്ലിമൽ എന്ന് പറയുന്നത്. സബ്ലിമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിനോട് കൂടുതൽ അപ്പീൽ ചെയ്യും. ഇപ്പോൾ ഒരു ലെവലിൽ ജീവിക്കുന്ന മനുഷ്യർ, അതായത് ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ എടുക്കാം, ഒരു മീഡിയം ലെവലിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് കുറച്ച് ക്ലാസി ആയിട്ടുള്ള കാര്യങ്ങളോട് തോന്നുന്ന അതായത് നമ്മളിൽ ഇല്ലാത്തൊരു കാര്യത്തോട് നമുക്ക് തോന്നുന്ന ഒരു അട്രാക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ സബ്ലിമലിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. അവിടെയാണ് എസ്തെറ്റിക്സിൻ്റെ ഗുണം ശരിക്കും പറഞ്ഞാൽ വരുന്നത്. സോ എന്താണ് എസ്തെറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതാണ് എസ്തെറ്റിക്സ്. നമ്മൾ എന്താണോ ആവാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മൾ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത്, ആ സംഭവങ്ങളെ ഓൾറെഡി കാണിച്ചു കൊണ്ടൊരു സാധനം ഇറക്കി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് വിജയിക്കും. വിപണിയിൽ വിജയിക്കുന്നത് എങ്ങനെ? ഇപ്പോൾ ചില കളേഴ്സ്, ഇപ്പോൾ ന്യൂട്രൽ കളേഴ്സ് ചില സമയത്ത് ഇപ്പോൾ നമുക്കൊരു ട്രെൻഡ് ലെവലിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബേജ്, അതുപോലെ ബ്രൗൺ, വൈറ്റ്, അങ്ങനെയുള്ള കളേഴ്സിനോട് ആ കളേഴ്സ് എങ്ങനെയാണ് ഒരാളെ ഇപ്പോൾ ഇങ്ങനെയുള്ള കളേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ക്ലാസി എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ബ്രെയിൻ കണക്ട് ചെയ്യും. ഇങ്ങനെ നമ്മുടെ ബ്രെയിൻ കണക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ക്ലാസി എന്ന് വിശ്വസിക്കുന്ന സംഭവങ്ങളെ പ്രസൻറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ചില പ്രത്യേകതരം ഫോൺസ് ഒക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ റോയൽറ്റി, അതുപോലെ കുറച്ച് ക്ലാസി, ഹൈ ക്ലാസ് എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഫോൺസും ഒക്കെ ഇപ്പോൾ ഉണ്ട്. അതൊക്കെ ഒരുതരം സബ്ലിമൽ മെസ്സേജിങ് ആണ്. ഈ സബ്ലിമൽസിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെൻ്റ് ഇടയിൽ സബ്ലിമൽ നമുക്ക് വേണമെങ്കിൽ കയറ്റാൻ പറ്റും. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ, അല്ലെങ്കിൽ നമ്മുടെ ഡയറക്റ്റ് സെൻസറി ഓർഗൻസ് പിക്കപ്പ് ചെയ്യില്ല, പക്ഷെ നമ്മുടെ ബ്രെയിൻ അത് പിക്കപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ കളേഴ്സ് ലൈക്ക് റെഡ് ആൻഡ് ഓറഞ്ച് ആൻഡ് യെല്ലോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സബ്ലിമൽ മെസ്സേജിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന കളേഴ്സാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡീപ്പായിട്ട് അതിനകത്തേക്ക് നോക്കില്ലെങ്കിൽ കൂടി നമ്മുടെ ബ്രെയിനിലേക്ക് തുറച്ച് കയറുന്ന കളേഴ്സാണ് ഇതൊക്കെ, ഈ പറഞ്ഞ കളേഴ്സൊക്കെ.
അതുപോലെ തന്നെ ഇപ്പോൾ സപ്ലിമെൻ്റ് മെസ്സേജിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ ഓഡിയോ അല്ലെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലും ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇൻഫ്ലുവൻസറിൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒരു സപ്ലിമെൻ്റ് മെസ്സേജ് അതിനകത്ത് കാണാം. ആ സപ്ലിമെൻ്റ് മെസ്സേജ് നമ്മൾ പിക്കപ്പ് ചെയ്തില്ലെങ്കിൽ കൂടി ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബ്രെയിൻ അത് പിക്കപ്പ് ചെയ്യും. നമ്മുടെ ബ്രെയിൻ അത് സബ് കോൺഷ്യസ്ലി പ്രോസസ്സ് ചെയ്യും. നമ്മുടെ ലൈക്സ് അതിനോട് ബെൻഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് നമ്മൾ ഓരോരോ സാധനങ്ങൾ മേടിക്കുന്നത്. കൂടുതൽ ആകർഷകത്വം നമുക്ക് അതിനകത്ത് ഫീൽ ചെയ്യാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് സപ്ലിമെൻ്റ് മെസ്സേജിങ്ങിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. സപ്ലിമെൻ്റ് ഈസ് ആക്ച്വലി എ വെരി കുറേ കാര്യങ്ങളിലൊക്കെ പോസിറ്റീവായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യം കൂടിയാണ്. നെഗറ്റീവായിട്ട് മാത്രമല്ല, നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല അത് യൂസ് ആവുന്നത്. കുറേ കാര്യങ്ങളിൽ പോസിറ്റീവായിട്ടുള്ള സജഷൻസും സപ്ലിമെൻറ്റ്സിൽ വരുന്നത് തന്നെയാണ്. സോ നമ്മൾ തന്നെ കൊടുക്കുന്ന മൈക്രോ സജഷൻസ് സപ്ലിമെൻറ്റ്സ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്നതാണ്. സോ യൂസ് വൈസ്ലി എന്നുള്ളതാണ് സപ്ലിമെൻറ്റ്സിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. സപ്ലിമെൻറ്റ്സിനെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.